ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇടാൻ പോണത്. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഇന്ന് എൻ്റേതായ രീതിയിലൊരു ഉണ്ണിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം. ഇതിപ്പോൾ ഒരു 3-4 മണിക്കൂറോളം കുതിർത്തിയിട്ടുണ്ട്. കൂടുതൽ നേരം ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് വാരിയെടുത്ത് ഒരരിപ്പയിലിട്ടെടുക്കാം. ഇതൊരു 250 ഗ്രാമോളം ശർക്കരയുണ്ട്. ഞാനൊന്ന് ഇടിച്ച് പൊട്ടിച്ചെടുക്കട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് പാനിയാക്കി എടുക്കാം. ഇതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഈ പാനി പോരെങ്കിൽ നമുക്ക് വെള്ളവും കൂടി കഴിച്ച് അരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ഞാൻ പതുക്കെ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാളയംകുളം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറിയൊരു തരിയാവാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് പകർത്താം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് അരച്ചത് കേട്ടോ. ഇനി വൈകിട്ട് ചുടാൻ വേണ്ടിയിട്ട്. ഇത് തലേദിവസം രാത്രി അരച്ച് വയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിപ്പോൾ ഒരു 6 മണിക്കൂറോളമായി കേട്ടോ. ഞാനിപ്പോൾ ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോവുക. ഇനി നമുക്ക് ഈ ചൂടായ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് തേങ്ങ ചുരണ്ടിയതാണ്. അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ തേങ്ങ വറുത്തത് ഞാൻ നന്നായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഇതിന് കുറച്ച് വെള്ളം പോരാണ്ടുണ്ട്. നമുക്ക് ഇത്തിരി വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും തേങ്ങയും എല്ലാം ഇട്ട് കൊടുത്തൊന്നും കൂടി നന്നായിട്ട് ഇളക്കാം.
ഇനി കുറച്ച് എള്ള് ഞാൻ കഴുകി വെച്ചതാണ്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമുക്കിനി ഉണ്ണിയപ്പമൊക്കെ ചുട്ടെടുക്കാം. ഇതിലേക്ക് ഈ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ കാണുന്നത് നമ്മൾ തേങ്ങയൊക്കെ വറുത്ത നെയ്യാണ് കേട്ടോ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒന്നായി വരണുണ്ട്. നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം. അങ്ങനെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്ക് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു മാറ്റാം. അപ്പോൾ ഇനി എല്ലാം നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഞാനിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ ചുരുണ്ടി വറുത്തെടുത്തതിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതിടുമ്പോൾ ഒരു നല്ല സ്വാദൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.